നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ ഭീകരതയും സമാധാന ശ്രമങ്ങളുമെല്ലാം ഒരേ സമയം അതീവ നിർണായകമായ സാഹചര്യത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. നമ്മളിപ്പോ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. CNN അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനുഷ്യത്വത്തെ പിടിച്ചുലയ്ക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആശ്വാസകരമായിട്ട് വരുന്ന വാർത്തകൾ, പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ക്ഷണികമായ ആയുസ്സുള്ളതാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലോക കൊള്ളക്കാരനായ ട്രംപിന്റെ മറ്റു രാജ്യങ്ങളുടെ സമ്പത്തിന്മേലുള്ള ആക്രാന്തവും ഇസ്രായേൽ എന്ന മനുഷ്യത്വം തൊട്ടുതീണ്ടിയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യത്വത്തെ കരിച്ചു കളയുന്ന യുദ്ധവെറിയും പശ്ചിമേഷ്യയെ അതിന്റെ അനിശ്ചിതത്വത്തിന്റെ പടുകുഴിയിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അതിരുകളില്ലാത്ത അധികാരമോഹവും യുദ്ധക്കൊതിയും ഒരു ജനതയെ മുഴുവൻ എങ്ങനെയാണ് മരണത്തിന്റെ നിഴലിൽ നിർത്തുന്നത് എന്നതിന്റെ ഭീതിദായകമായ ചിത്രമാണ് പശ്ചിമേഷ്യയിൽ നിന്നും ഓരോ നിമിഷവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേലും ഒരു വശത്തും ഇറാനും അവരുടെ സഖ്യശക്തികളും മറുവശത്തുമായി നിൽക്കുന്ന ഈ പോരാട്ടം വെറും ഒരു രാഷ്ട്രീയ യുദ്ധമല്ല, മറിച്ച് ലക്ഷക്കണക്കിന് നിരപരാധികളുടെ ചോരയും കണ്ണീരും വീഴുന്ന വലിയൊരു മാനുഷിക ദുരന്തമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇറാനെതിരെ കടുത്ത സൈനിക നീക്കങ്ങൾ നടത്തുമെന്നും കാർഗ് ദ്വീപ് പോലെയുള്ള അവരുടെ എണ്ണപ്പാടങ്ങളും പ്രകൃതിവാതക വിപണിയും ഒക്കെ പൂർണ്ണമായി പിടിച്ചെടുക്കുമെന്ന് ട്രംപ് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് പിന്നാലെയാണ് മേഖലയിൽ കടുത്ത ഭീതി നേരത്തെ പടർന്നു പിടിച്ചത്. എന്നാൽ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖൊമൈനി പരമോന്നത നേതൃത്വവുമായി ഏറ്റവും ഉന്നത തലത്തിൽ തന്നെ ചർച്ചകൾ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഒരു പുതിയ സൈനിക ആക്രമണങ്ങളിൽ നിന്ന് US പിന്മാറിയിരിക്കുകയാണ്. പുതിയ ആക്രമണമൊന്നും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവുകയില്ല എന്ന് ഒരു വാർത്തയും വരുന്നുണ്ട്. അതിനുള്ള കരാറുകൾ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അതേസമയം തന്നെ കരാർ പുറത്തുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് വീണ്ടും കുഴലെടുത്ത് ചാടി തുള്ളുകയും ചെയ്യുന്നു. എങ്കിലും ഈ സമാധാനം എത്രത്തോളം നീണ്ടു നിൽക്കും എന്നതിൽ നിന്ന് ലോകത്തിന് ഉറപ്പൊന്നുമില്ല. കാരണം ഏത് നിമിഷവും കത്താവുന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ആ ജനത ഇപ്പോൾ ജീവിക്കുന്നത്. മറുഭാഗത്ത് സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വാക്കിന് ഒരു വിലയും കൽപ്പിക്കാത്ത ട്രംപുമാണ്. ഹോർമൂസ് കടലിടുക്ക് അടച്ചിടും എന്ന ഇറാന്റെ പ്രഖ്യാപനവും ആഗോള കപ്പൽ ഗതാഗതത്തിന്മേലുള്ള അമേരിക്കയുടെ ഉപരോധങ്ങളും ഒക്കെ കടലിലേക്കും വ്യാപിച്ചിട്ട് ആഴ്ചകൾ കഴിഞ്ഞു. എന്നാൽ ഇതിന്റെയൊക്കെ ക്രൂരമായ ഇരകളാകുന്നത് ആരാ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പൊ ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ 3 ഇന്ത്യക്കാർ, നമ്മുടെ സഹോദരങ്ങൾ, ഇന്ത്യക്കാരായിട്ടുള്ള 3 നാവികർക്കാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്. സ്വന്തം കുടുംബം പുലർത്താൻ കടൽ കടന്ന ആ പാവങ്ങളുടെ എന്തു പിഴവിനാണ് അമേരിക്ക ഈ യുദ്ധവെറി നടത്തി അവരുടെ ജീവൻ അപഹരിച്ചത്? തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവനറ്റ ശരീരം പോലും കാണാൻ കഴിയാതെ വിലപിക്കുന്ന ആ കുടുംബങ്ങളുടെ കണ്ണീര് കാണാൻ ഏത് ഭരണാധികാരിക്കാണ് മനസ്സ് വരിക? ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത്. ഇറാന്റെ സഖ്യകക്ഷിയായിട്ടുള്ള ലബനനെ തൊട്ട് കഴിഞ്ഞാൽ പോലും ഇറാൻ ശക്തമായി ഇസ്രായേലിനെ അടിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ഇറാൻ ആവർത്തിച്ച് പറയുമ്പോഴും ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആയിരക്കണക്കിന് തവണയാണ് ബോംബുകൾ വർഷിക്കപ്പെടുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളും ജനവാസ കേന്ദ്രങ്ങളും ഒക്കെ ചാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇറാനും ഇസ്രായേലും പരസ്പരം ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും ലെബനനിലെയും പാലസ്തീനിലെയും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ ആകാശത്ത് ഇപ്പോഴും മരണത്തിന്റെ ഡ്രോണുകൾ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ആർക്ക് വേണ്ടിയാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. ആർക്ക് വേണ്ടിയാണ് യുദ്ധം? എന്തിനു വേണ്ടിയാണ് യുദ്ധം? എന്താണ് ലാഭം? ആർക്കാണ് ലാഭം? ചർച്ചകളുടെ മേശപ്പുറത്ത് ഉടമ്പടി ലംഘനങ്ങളും ഒക്കെ മറിയുമ്പോൾ ഈ യുദ്ധഭൂമിയിൽ ഇല്ലാതാക്കുന്നത് ഒരു തലമുറയുടെ തന്നെ ആ മുഴുവൻ സ്വപ്നങ്ങളുമാണ്, ഒരു സമൂഹത്തിന്റെ തന്നെ മുഴുവൻ ജീവിതവുമാണ്. സമാധാനത്തിന്റെ താൽക്കാലിക പ്രഖ്യാപനങ്ങൾ കൊണ്ട് മാത്രം ഈ മുറിവുകൾ ഉണങ്ങുകയോ അല്ലെങ്കിൽ താൽക്കാലിക ശമനം പോലും ഉണ്ടാകുമെന്നോ കരുതേണ്ടതില്ല. ലോകം മുഴുവൻ ഒരു 3-ാം ലോക മഹായുദ്ധത്തിന്റെ ഭീതിയിൽ നിൽക്കുമ്പോൾ അധികാരം നിലനിർത്താൻ മനുഷ്യജീവനുകളെ പകിടക്കരുക്കളാക്കുന്ന ഈ ക്രൂരത ഇനിയെങ്കിലും അവസാനിപ്പിച്ചേ തീരൂ. വൻ ശക്തികളുടെ ഈ അധികാര കൊതിക്ക്, ഈ യുദ്ധക്കൊതിക്ക്, ഈ ആയുധ കച്ചവടത്തിന് മുന്നിൽ ലോകത്തെ സമാധാനകാംക്ഷികളായ മനുഷ്യർക്ക് പ്രാർത്ഥനകളുടെയും ആശങ്കകളുടെയും മാത്രമേ നോക്കി നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. ഒരു കൊള്ളക്കാരനും ഒരു തീവ്രവാദിയും കൂടി ഒരുമിച്ചിറങ്ങുമ്പോൾ ഈ ലോകത്തിന്റെ സമാധാനം മുഴുവൻ കെട്ടുപോകുന്നുണ്ടെങ്കിൽ ഈ ലോകം ഒരുമിച്ച് നിൽക്കേണ്ട കാലം എന്നോ കഴിഞ്ഞു. കാരണം ആരാണോ ഈ ലോകത്തിന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആരാണ് ഈ ലോകത്തിന് ശാപം, അവരെയാണ് ഇല്ലാതാക്കേണ്ടത്. ഇവിടെ നമ്മൾ കാണുന്നത് ആരാണോ ശാപം ഉണ്ടാക്കുന്നത്
ആരാണോ ഈ ലോകത്തെ നശിപ്പിക്കുന്നത് അവരുടെ പ്രശ്നം താങ്ങുന്ന ഒരു സമൂഹത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് മാറേണ്ടത്. ഇത് തന്നെയാണ് ഈ അസമത്വത്തിന്റെ, ഈ അപമാനത്തിന്റെ, ഈ അപജയത്തിന്റെ, ഈ സമാധാനമില്ലാത്ത ഈ അവസ്ഥയുടെ, ലോക അസമത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. Different angles. Don't forget to subscribe and support this channel.